ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്രിങ്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാനും മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കാഴ്ചശക്തി കൂട്ടാനായിട്ടും തിമിരത്തിനുള്ള സാധ്യത കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അങ്ങനെയുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റമിൻ സി, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുള്ള നെല്ലിക്കയ്ക്ക് മറ്റനേകം ഗുണങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് കുരു കളഞ്ഞ് അരിഞ്ഞെടുക്കണം. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നെല്ലിക്ക നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ജ്യൂസായിട്ടോ അല്ലെങ്കിൽ വെറുതെ കഴിക്കുന്നത് മൂലമോ ഒക്കെ സാധിക്കും. പക്ഷേ അളവ് ഒരിക്കലും കൂടിപ്പോരുത്. നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 2 നെല്ലിക്കയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 1-2 നെല്ലിക്കയോ നമ്മൾ ഡെയിലി കഴിക്കുന്നവർ കഴിക്കാവുള്ളൂ. ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു നെല്ലിക്ക എടുത്താൽ മതിയാവും. ഹോം റെമഡീസ് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കല്ലേ. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഏറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് കാന്താരി മുളക്. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ടും BP നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ടും നല്ലതാണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് കാന്താരി അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നെല്ലിക്ക അരിഞ്ഞത്, അതുപോലെ 2 ചെറിയ ഉള്ളി, എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക്, ഉപ്പ്, അതുപോലെ 3 കറിവേപ്പില മാത്രമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് പോകാനൊക്കെ നല്ലതാണ്. അതുപോലെ രക്തം ശുദ്ധീകരിക്കാനായിട്ടും അത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത്. ആദ്യം ഒന്ന് അടിച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാതെ. അതിനുശേഷം അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മോരോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ആണ്. അതൊന്ന് ചേർത്തതിന് ശേഷം അടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഞാനിവിടെ മോരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനി അരിക്കണമെന്നൊന്നുമില്ല, ഇതേപോലെ തന്നെ നമുക്ക് കുടിക്കാം. നാരുകളൊക്കെ ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കഴിക്കുക. ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ഐ മസിൽസിനെയൊക്കെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ അകറ്റാനായിട്ട് സഹായിക്കും. നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ആകാനായിട്ടും ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് പരിചയപ്പെട്ടു. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വറുത്തതും പൊരിച്ചതും ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡെയിലി വ്യായാമം ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.